ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ടൊരു കറിയാട്ടോ. വെള്ളരിക്കയും ഉണക്കച്ചെമ്മീനും മാങ്ങയും കൂടി വേണം, പക്ഷെ മാങ്ങ ഇല്ല എൻ്റെ അടുത്ത്. വെള്ളരിക്ക നുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പും മഞ്ഞളും കരിവേപ്പിലയും 2-3 പച്ചമുളകും കൂടി നമ്മൾ കീറിയിട്ട് കൊടുക്കുവേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടില്ല കേട്ടോ. ഒരു 6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. 2-3 ചുമന്നുള്ളി അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അതൊന്ന് അരച്ചുകൊണ്ട് വരാവേ. നന്നായിട്ട് അരഞ്ഞോട്ടെ. അത് നന്നായിട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിയും കൂടി ചേർത്ത് അരച്ചത്. ഉണക്കച്ചെമ്മീൻ നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ തലയെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്, റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഇങ്ങനെ പൊടിയണം അതേ ആകൃതിയിൽ. എന്നിട്ട് നമ്മൾ ആ അരപ്പിനകത്തേക്ക് ആ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഇതാ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ചുളക്കുടമ്പുളി ഇട്ടു. ചെമ്മീനല്ലേ ചേർക്കുന്നേ, അതുകൊണ്ട് അരപ്പ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളവും ഇത്തിരി വെള്ളവും കൂടി കൂടുതൽ ഒഴിച്ചിട്ട്, എന്ന് വെച്ചാൽ അത് ആവശ്യത്തിനുള്ള വെള്ളം. ഗ്രേവി ഒരുപാട് അങ്ങ് തിക്കായിട്ടുണ്ടെങ്കിൽ കട്ട പോലെ ആയിപ്പോകും അങ്ങനെ ഈ കറി. അപ്പോൾ അത് നമുക്കിനി അതിനകത്തേക്ക് കടുക് വറുത്തിടാം കേട്ടോ. കടുകും ഉണക്കമുളകും കരിവേപ്പിലയും ചുമന്നുള്ളിയും കൂടി കടുക് വറുത്തിടാം. നല്ല കറിയാട്ടോ, ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇന്നത്തെ കറി ഇതാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു കറിയാണിത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണക്കച്ചെമ്മീൻ എപ്പോഴും കഴുകിയിട്ട് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ലേ, എങ്ങനെയുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴുകിയിട്ടെടുക്കണം. ഇതാണ് ആ കറി. ഓക്കെ, ബൈ.